അവശത അനുഭവിക്കുന്നവർക്ക് ആശ്വാസം എന്ന നിലയ്ക്കാണ് സർക്കാർ ക്ഷേമ പെൻഷൻ നൽകുന്നത്. ഇത്തരത്തിലുള്ള ക്ഷേമ പെൻഷൻ സ്വന്തമാക്കിയത് 1458 സർക്കാർ ഉദ്യോഗസ്ഥരാണ്. പാവപ്പെട്ടവരുടെ ഈ പണം സ്വന്തമാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ആദ്യ നടപടി കൃഷിവകുപ്പിന്റെ ഭാഗത്തു നിന്ന്. കൃഷിവകുപ്പിന് കീഴിലെ മണ്ണ് സംരക്ഷണ വിഭാഗത്തിൽപ്പെട്ട 6 ഉദ്യോഗസ്ഥരാണ് അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയത്. ഇവരെ സസ്പെൻഡ് ചെയ്തു. 18% പലിശ കൂടി ഉൾപ്പെടുത്തി ഇവരിൽ നിന്ന് പണം തിരിച്ചുപിടിക്കുവാനും നടപടി തുടങ്ങി. മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിലെ ജീവനക്കാരെ ഇത് കൈപ്പറ്റതായി കണ്ടെത്തിയുടെ പേരിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു അബദ്ധങ്ങൾ പറ്റിപ്പോയാൽ അത് മനസ്സിലാക്കാം. പക്ഷെ അബദ്ധമാണെന്ന് തോന്നുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. തീരത്താണ നിലയിലുള്ള ഉദ്യോഗസ്ഥന്മാരല്ല, അല്ലാതുള്ളവരും ഇത് കൈപ്പറ്റിയിരിക്കുന്നതാണ് ഡയറക്ടർ എനിക്ക് നൽകിയിട്ടുള്ള വിവരം. ഗൗരവതരമായ ഒരു അന്വേഷണം അനിവാര്യമാണ്, ഇടപെടലും അനിവാര്യമാണ്. മൃഗസംരക്ഷണ വകുപ്പിൽ 74 ഉദ്യോഗസ്ഥരാണ് അനധികൃതമായി ക്ഷേമ പെൻഷൻ സ്വന്തമാക്കിയത്. 8 ജില്ലകളിലെ ഉദ്യോഗസ്ഥർ നടത്തിയ തട്ടിപ്പിൽ ഒരു മൃഗഡോക്ടർ അടക്കമുണ്ട്. ഇവരിൽ നിന്നും 18% പലിശയോടെ പണം തിരിച്ചുപിടിക്കും. എന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള മറ്റു നടപടികൾ ഇല്ല. 90% ആൾക്കാരും സീപ്പർ ഉൾപ്പെടെയുള്ള തസ്തികകളിൽ ജോലി നേടിയ ആൾക്കാരാണ്. ഇത്തരത്തിലുള്ള പെൻഷൻ 90% ഞങ്ങളുടെ വകുപ്പിൽ കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് നോട്ടീസ് നൽകി അവർക്ക് പറയാനുള്ളത് കൂടി കേട്ടുകൊണ്ട് ഇപ്പൊ എന്തായാലും വിശദമായ നിലയിൽ ഒരു അന്വേഷണം ഞങ്ങൾ നോക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിൽ 373 പേരും, വിദ്യാഭ്യാസ വകുപ്പിൽ 224 പേരും, മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ 124 പേരും, ആയുർവേദ വകുപ്പിൽ 114 പേരും ക്ഷേമ പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. നാളിതുവരെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇത്തരത്തിൽ പണം സ്വന്തമാക്കിയ ഉദ്യോഗസ്ഥർ നടത്തിയത് ക്രിമിനൽ കുറ്റമാണ് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. അത്തരക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്ന ആവശ്യവും ശക്തമായി ഉയരുന്നുണ്ട്. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.